ഹലോ ഫ്രണ്ട്സ്, JK വെൽ ഡൺ PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരുന്ന സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാമിനേഷനാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ക്രാഷ് കോഴ്സുകൾ അൺഅക്കാഡമി വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് ലഭ്യമാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എല്ലാ സബ്ജക്ട്സും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിന് മുൻപും ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന ഇത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പാർട്ട് 3 ആണ്. പാർട്ട് 2 1 ഒക്കെ ഇതിന് മുൻപുണ്ട്. നിങ്ങൾ അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ വൈകിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. JK വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ദ റൂട്ട്സ് ദാറ്റ് കണ്ടെയ്ൻ ക്ലോറോഫിൽ capable of photosynthesis. റൂട്ട് ദാറ്റ് കണ്ടെയ്ൻ ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന റൂട്ട്സ് അത് ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ഏത് റൂട്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ടൈപ്പ് റൂട്ടുകൾ തന്നിട്ടുണ്ട്. സ്റ്റിൽറ്റ് റൂട്ട്, അസിമിലിറ്ററി റൂട്ട്, പ്രോപ്പ് റൂട്ട്സ് ആൻഡ് വെഹിമൻ റൂട്ട്സ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം അസിമിലിറ്ററി റൂട്ട്സ് ആണ്. അസിമിലിറ്ററി റൂട്ട്സ് ആണ് ദ റൂട്ട് ദാറ്റ് കണ്ടെയ്ൻ ക്ലോറോഫിൽ capable of photosynthesis. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഹാലോഫൈറ്റ്സ് ആർ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ. ഹാലോഫൈറ്റ്സ് എന്ന് പറയുന്നത് എവിടെ ജീവിക്കുന്ന അല്ലെങ്കിൽ എവിടെ വളരുന്ന ചെടികളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് സാൾട്ട് വാട്ടർ, ഡെസേർട്ട്, ട്രീസ്, മൗണ്ടെയ്ൻസ്. ശരിയായിട്ടുള്ള ഉത്തരം സോൾട്ട് വാട്ടേഴ്സിൽ വളരുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ ചെടികളാണ് ഹാലോഫൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ദ പ്ലാന്റ് ഹോർമോൺ ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് റൂട്ട്സ്. ദ പ്ലാന്റ് ഹോർമോൺ, ഏത് പ്ലാന്റ് ഹോർമോൺ ആണ് പ്ലാന്റുകളുടെ റൂട്ട്സ് വേരുകൾ ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫ്ലോറിജൻ, ഓക്സിൻ, സൈറ്റോകിനിൻസ് ആൻഡ് ഈസ്ട്രജൻ. ഓപ്ഷൻ സി സൈറ്റോകിനിൻസ് ആണ് ദ പ്ലാന്റ് ഹോർമോൺ ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഫോർമേഷൻ ഓഫ് റൂട്ട്സ്. പ്ലാന്റുകളുടെ റൂട്ട്സ് ഫോർമേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്ലാന്റ് ഹോർമോൺ ഏതാണ്? സൈറ്റോകിനിൻസ്. ഓക്കെ, അടുത്ത ചോദ്യം ഇൻ വിച്ച് ഓർഗൻ അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിയ. ഏത് മനുഷ്യൻ്റെ ശരീര അവയവത്തിലാണ് അമോണിയ യൂറിയയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അമോണിയ യൂറിയയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മനുഷ്യൻ്റെ ഏത് ഓർഗനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഹേർട്ട്, കിഡ്നി, ലിവർ ആൻഡ് പാൻക്രിയാസ്. ശരിയായിട്ടുള്ള ഉത്തരം ലിവറിൽ വെച്ചിട്ടാണ് അമോണിയ ഈസ് കൺവേർട്ടഡ് ടു യൂറിയ. അമോണിയ യൂറിയയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം ദ ടേം ബയോളജി വാസ് കോയിൻഡ് ബൈ. ബയോളജി എന്ന ടേം അല്ലെങ്കിൽ കോയിൻഡ് ബൈ അല്ലെങ്കിൽ ആരാണ് ബയോളജി എന്ന ടേം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിനെ നെയിം ചെയ്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ജോഹാൻസൺ, ജീൻ ലാംറാച്ച്, ഗ്രിഗർ മെൻറ്റൽ ആൻഡ് അരിസ്റ്റോട്ടിൽ. ആരാണ് ബയോളജി എന്നുള്ള നെയിം കോയിൻ അല്ലെങ്കിൽ നെയിം ചെയ്തത്? ഓപ്ഷൻ ബി ജീൻ ലമാർക്ക് ആണ്. term biology was coined. The term biology was coined by Jean Lamarck. Okay, അടുത്ത ചോദ്യം ചാൾസ് ഡാർവിൻ made his observation in dash islands. ചോദിച്ചിരിക്കുന്നത് ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ കണ്ടുപിടുത്തം എവിടെ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഐലൻഡിൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കൂക്ക്, ഫോൾക്ലാൻഡ്, കൊറിസ്ക, ഗാലോപാഗസ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ലാസ്റ്റ് വൺ ഗാലോപാഗസിൽ വെച്ചിട്ടാണ് ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ദ നിയറസ്റ്റ് പ്ലാനറ്റ് ടു എർത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാർസ്, മെർക്കുറി, ജൂപ്പിറ്റർ, വീനസ്. ഓപ്ഷൻ ഡി എർത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ഏതാണ്? വീനസ് ആണ് എർത്തിനോട് മോസ്റ്റ് നിയറസ്റ്റ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം
Leica became the first animal sent to space in the year. ആദ്യമായിട്ട് സ്പേസിലേക്ക് അയച്ച അനിമലാണ് ലേക്ക. അത് ഏത് വർഷമാണ് ലേക്കയെ സ്പേസിലേക്ക് അയച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1960, 1957, 1958 ആൻഡ് 1959. ശരിയായിട്ടുള്ള ഉത്തരം 1957. 1957 ലേക്കയെ സ്പേസിലേക്ക് അയച്ചത്. ഓക്കെ, ലേക്കയാണ് ആദ്യത്തെ അനിമൽ വിച്ച് വാസ് സെൻറ്റ് ഇൻ ടു ദ സ്പേസ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ടൈം സോൺസ് ഇൻക്ലൂഡിംഗ് ദ ഡിപ്പെൻഡൻറ്റ് ടെറിട്ടറീസ്? ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ടൈം സോൺസ് ഉള്ളത്, അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടെറിട്ടറീസ് അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങൾ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. റഷ്യ, ഫ്രാൻസ്, ചൈന, യുണൈറ്റഡ് കിങ്ഡം. ശരിയായിട്ടുള്ള ഉത്തരം ഫ്രാൻസ് ആണ് ദ കൺട്രി വിച്ച് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ടൈം സോൺസ് ഇൻക്ലൂഡിംഗ് ദ ഡിപ്പെൻഡൻറ്റ് ടെറിട്ടറീസ്. ഓക്കെ, അടുത്ത ചോദ്യം. The equatorial diameter of the earth is dash kilometer. The equatorial diameter, എർത്തിൻ്റെ ഇക്വറ്റോറിയൽ ഡയാമീറ്റർ എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 12,756, 12,756, 12,714, 6,378, 6,357. ശരിയായിട്ടുള്ള ഉത്തരം the equatorial diameter of the earth is 12,756 കിലോമീറ്റർ. 12,756 കിലോമീറ്റർ ആണ് എർത്തിൻ്റെ ഇക്വറ്റോറിയൽ ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹീത്രോ എയർപോർട്ട് ഈസ് ഇൻ. ഹീത്രോ എയർപോർട്ട് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലണ്ടൻ, ന്യൂയോർക്ക്, ചിക്കാഗോ, പാരീസ്. എവിടെയാണ്? ലണ്ടനിലാണ് ഹീത്രോ എയർപോർട്ട് ഉള്ളത്. ഹീത്രോ എയർപോർട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? ലണ്ടനിലാണ്. ഓക്കെ, ദ ഫസ്റ്റ് കൺട്രി ടു മേക്ക് സെറാമിക് വെയേഴ്സ്. സെറാമിക് വെയേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ കൺട്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇന്ത്യ, ഈജിപ്ത്, ചൈന ആൻഡ് ഗ്രീസ്. ശരിയായിട്ടുള്ള ഉത്തരം ചൈനയാണ്. ചൈനയിലാണ് ദ ഫസ്റ്റ് കൺട്രി ടു മേക്ക് സെറാമിക് വെയേഴ്സ്. ആദ്യത്തെ രാജ്യം, ആദ്യത്തെ സെറാമിക് വെയേഴ്സ് ഉണ്ടാക്കിയ ആദ്യത്തെ രാജ്യമാണ് ചൈന. ഓക്കെ, അടുത്തത്. ഇൻ രാജസ്ഥാൻ ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്. രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1950, 1959, 1960 ആൻഡ് 1964. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1959 രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ദ മേജർ പാർട്ട് ഓഫ് വെസ്റ്റേൺ ഘാട്സ് ലൈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. വെസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഏത് സംസ്ഥാനത്താണ് ലൈ ചെയ്യുന്നത്, ഏത് സംസ്ഥാനത്താണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തമിഴ്നാട്, കർണാടക, കേരള, ഗോവ. ശരിയായിട്ടുള്ള ഉത്തരം കർണാടക. കർണാടകയിലാണ് ദ മേജർ പാർട്ട് ഓഫ് വെസ്റ്റേൺ ഘട്ട്സ് ലൈസ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടത്തിൻ്റെ മേജർ ഭാഗങ്ങളും ഉള്ളത് എവിടെയാണ്? കർണാടകയിലാണ്. ഓക്കെ, അടുത്തത്. വിച്ച് റിലീജിയൻ ബിലോങ്സ് ടു ദ ലോട്ടസ് ടെമ്പിൾ ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിൽ ഏത് റിലീജിയൻ, ഏത് മതമാണ് ലോട്ടസ് ടെമ്പിൾ ന്യൂഡൽഹിയിൽ ബിലോങ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സിഖ്, പാർസി, ബഹായ്, ജെയിൻ. ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ, അപ്പോൾ ബഹായി ആണ് ദ റിലീജിയൻ വിച്ച് ബിലോങ്സ് ടു ലോട്ടസ് ടെമ്പിൾ ഇൻ ന്യൂഡൽഹി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജയസിംഹിത ഈസ് ഓൾഡ് നെയിം ഓഫ് അതായത് ജയസിംഹ എന്ന് പറയുന്നത് എന്തിൻ്റെ പഴയ പേരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാമായൺ, ഋഗ്വേദ, ഭഗവത്ഗീത, മഹാഭാരത്. ഓപ്ഷൻ ഡി മഹാഭാരത്തിൻ്റെ ഓൾഡ് നെയിമാണ് ജയസിംഹിത എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബി പ്രൗഡ് ദാറ്റ് യു ആർ ആൻ ഇന്ത്യൻ. Proudly claim that I am an Indian. Every Indian is my brothers. These words are related to. എന്താണ് പറഞ്ഞിരിക്കുന്നത്? Be proud that you are an Indian. അഭിമാനിക്കൂ, നീ ഒരു ഇന്ത്യനാണ്. Proudly claim that I am an Indian. അഭിമാനത്തോടെ പറയുന്നു, ഞാൻ ഒരു ഇന്ത്യനാണ്. Every Indian is my brother. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ ബ്രദേഴ്സ് ആണെന്ന്.
ഇത് ആര് പറഞ്ഞതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഗാന്ധിജി, വിവേകാനന്ദ, ദയാനന്ദ സരസ്വതി, ബാൽ ഗംഗാധർ തിലക്. ശരിയായിട്ടുള്ള ഉത്തരം ആരാണ്? വിവേകാനന്ദ പറഞ്ഞ വേർഡാണ് ബി പ്രൗഡ് ദാറ്റ് യു ആർ ആൻ ഇന്ത്യൻ, പ്രൗഡ്ലി ക്ലെയിം ദാറ്റ് ഐ ആം ആൻ ഇന്ത്യൻ, എവറി ഇന്ത്യൻ ഈസ് മൈ ബ്രദേഴ്സ്. ആരാണ് പറഞ്ഞത്? വിവേകാനന്ദ. അടുത്ത ചോദ്യം, ദ ഫിലിം സ്റ്റാർ ടു ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ആരാണ് ഫസ്റ്റ് ഫിലിം സ്റ്റാർ, ആദ്യത്തെ ഫിലിം സ്റ്റാർ, ഇന്ത്യൻ സ്റ്റേറ്റ്, ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്ററായ ആദ്യത്തെ ഫിലിം സ്റ്റാർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് NT രാമറാവു, ശിവാജി ഗണേശൻ, MG രാമചന്ദ്രൻ, ശത്രുഘ്നൻ സിൻഹ. ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, MG രാമചന്ദ്രനാണ് ദ ഫസ്റ്റ് ഫിലിം സ്റ്റാർ ടു ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഇയർ ഓഫ് ദ ഓത്ത് ഓഫ് കൂനൻ കുരിശ്. കൂനൻ കുരിശിൻ്റെ വർഷം ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂനൻ കുരിശ് നടന്ന വർഷം ഏതാണ്? 1953, 1599, 1663 ആൻഡ് 1661. ശരിയായിട്ടുള്ള ഉത്തരം 1653. 1653 ദ ഇയർ ഓഫ് ദ ഓത്ത് ഓഫ് കൂനൻ കുരിശ്. കൂനൻ കുരിശ് പ്രചാരണം നടന്നത് 1653. ഓക്കെ, അടുത്ത ചോദ്യം, in connection with which event Gandhiji visited Kerala second time in 1925. 1925 ഗാന്ധിജി ഏത് പ്രചാരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടാമത്തെ തവണ കേരളം സന്ദർശിച്ചത്? വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, വാഗൺ ട്രാജഡി. മിക്ക PSC എക്സാംസിലും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഗാന്ധിജി വിസിറ്റഡ് കേരള സെക്കൻഡ് ടൈം ഏതുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കേരളം സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സിവിൽ പോലീസ് ഓഫീസിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് PSCയിൽ ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങളാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്ന എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. Till then, bye bye and thank you. ഹലോ ഫ്രണ്ട്സ്, GK വെൽഡൺ PSCയുടെ സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് GK വെൽഡൺ PSC എന്ന ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറേ ലിങ്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലിങ്കിൽ ഫസ്റ്റ് നമ്മൾ Unacademy ആപ്പ് വഴി നൽകുന്ന ക്ലാസ്സുകളുടെ ലിങ്കാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് മെസ്സേജ് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം GK വെൽഡൺ PSC എന്ന ഞങ്ങളുടെ FB പേജിൻ്റെ ലിങ്കും ഈ FB പേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, FB പേജ് ഓപ്പൺ ചെയ്യും. അവിടെയും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യോത്തരങ്ങളും PSC സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും റിസൾട്ട്സും അപ്ഡേഷൻസും ഒക്കെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതാണ്. ആ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭ്യമാകുന്നതാണ്. ഇനി കമ്മിങ് ബാക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് Unacademy എന്ന ആപ്പ് വഴി നിങ്ങൾക്ക് സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആദ്യം ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ബ്രൗസറോ ക്രോമോ ഏത് വഴിയിട്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്രോം വഴിയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ്ട് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എൻറോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻറോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ IDയും അതോടൊപ്പം ഒരു പാസ്വേഡും കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിതിൽ ലോഗിൻ ആവും. അപ്പോൾ എൻറോൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ലിങ്കിൻ്റെ ക്ലാസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിവിടെ ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് അടിക്കണമെങ്കിൽ നെക്സ്റ്റ് അടിക്കാം. ഓരോ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെന്നുള്ള സോഷ്യൽ മീഡിയയുടെ ലിങ്ക് താഴെ കാണാം. അപ്പോൾ അതുവഴി നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം പിന്നെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ എൻ്റെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ആ പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഷ്ന ഷാജി എന്നുള്ള എൻ്റെ പ്രൊഫൈൽ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കോഴ്സുകളൊക്കെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഉള്ളി, ഒരുപാട് കോഴ്സുകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോളോ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ നേരെ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുൻപ് എൻറോൾ ചെയ്യാൻ നേരത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഫോളോഡ് ആയിക്കോളും. അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഗൂഗിളോ ഫേസ്ബുക്കോ വഴി ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യാം. ഏതെങ്കിലും ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എബൌട്ട് ഒരു കോഴ്സിനകത്ത് 6 to 8, 10, 12 അങ്ങനെ ലെസൺസും ഉണ്ട്. അപ്പോൾ എല്ലാ ലെസൺസും കാണാൻ ശ്രമിക്കുക ഒരു കോഴ്സിനകത്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരളയിലെ തിരുവനന്തപുരത്തിൻ്റെ പാർട്ട് 1 സെക്ഷനാണ് കണ്ടേക്കുന്നത്. ഇതിൻ്റെ പാർട്ട് സെക്കൻഡ് ഉണ്ട്, നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും നെക്സ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് അടിച്ച് ഓരോ ക്ലാസ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിലോ ഞങ്ങൾക്ക് മെസ്സേജ് FB വഴിയോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഴ്സിൽ എൻറോൾ ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ സജഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ. അതിനുശേഷം ക്ലാസ്സുകൾ നിങ്ങൾക്ക് റേറ്റ്, റിവ്യൂ ആൻഡ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും റിവ്യൂ 5 റേറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് റേറ്റിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ റേറ്റ് എന്ന ബട്ടൺ ഈ 5 സ്റ്റാറിൽ നിൽക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ അൺഅക്കാഡമിയുടെ ആപ്പ് വഴിയാണ് കയറുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത്രയും പ്രോസസ്സ് ഇല്ല. ജസ്റ്റ് അൺഅക്കാഡമി എന്ന ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സെർച്ച് ബട്ടൺ കാണും, ഇതേപോലെ സെർച്ച് ബട്ടൺ. അതിൽ എൻ്റെ പേരടിച്ചു കൊടുക്കുക, ആഷ്ന ഷാജി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ എൻ്റെ പ്രൊഫൈൽ വരും. അവ കോഴ്സുകളിൽ വീണ്ടും എൻ്റെ പ്രൊഫൈൽ പറയും, ഞാൻ പറഞ്ഞ പോലെ എന്നെ ഫോളോ ചെയ്യുക. ഇതാണ്. അപ്പോൾ നിങ്ങൾ ആപ്പ് വഴി കയറുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ കാണാം, റെക്കമെൻഡ് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആപ്പ് വഴി ചെയ്യുമ്പോൾ ഒരു എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ക്ലാസ്സുകൾ ആഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് മൊബൈലിൽ ലഭ്യമാകും. ഇന്ന ആൾ ഇന്ന ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്ത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ ആപ്പ് വഴിയല്ല, നിങ്ങൾ ഡയറക്റ്റ് ലിങ്ക് വെച്ചിട്ടാണ് കയറണമെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻസ് ലഭിക്കണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ ആദ്യം GK World and PSC സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ജൂൺ 1 മുതൽ കമ്പനി ബോർഡിൻ്റെ ക്രാഷ് കോഴ്സ് 9 ഡേ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അൺഅക്കാഡമി എന്ന ആപ്പിലൂടെ ജൂൺ 1 മുതൽ ലഭ്യമാണ്. ഇന്ന് മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ അത് പബ്ലിഷ് ആവും. അപ്പോൾ പ്ലീസ് ഡു കീപ് സപ്പോർട്ട് മീ. താങ്ക് യു.